അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 19 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവെ, ചില കൊച്ചു വരുമാനം കൊണ്ട് കുടുംബം ജീവിക്കുന്നുണ്ട് ഈശോയെ. അതിൻ്റെ മേലെ കർത്താവ് അതിനേക്കാൾ വലിയ കച്ചവടങ്ങളൊക്കെ വരുമ്പോൾ കച്ചവടം കുറഞ്ഞതിൻ്റെ പേരിൽ അവിടുന്ന് നിർത്തിപ്പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് ഈശോയെ. പലരും പേടിച്ച് ജീവിക്കുന്നുണ്ട് ഈശോയെ. ഈശോയെ, ഒരു തൊഴിൽ സംഭരണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനേക്കാൾ മുതൽ അതേ ജോലി തന്നെ അവിടെ തന്നെ വന്ന് ചെയ്യണ കാരണം കർത്താവെ, ഇനി ജീവിക്കേണ്ട കാര്യമില്ല, ഇനി എനിക്കറിയാവുന്ന തൊഴിൽ ഇതാണ്, ഇതും കൊണ്ട് എന്നെ പൊറുപ്പിക്കത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് നീറ് വേദനിക്കുന്നവരെ ഞാൻ പരിശുദ്ധമ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു.
എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവരെ, കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും മടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ്, ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ജപ്തി നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ്, നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, വിറ്റുചുട്ട് പോയാൽ മതി, പക്ഷേ വിറ്റിക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാനും പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഈ സ്റ്റാറ്റസിനെ ടോർപ്പഡോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അനുഗ്രഹത്തിൻ്റെ അണക്കെട്ടുകളാണ് തുറക്കാൻ പോണത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇപ്പോൾ ഈ സാത്താനില്ലേ, സാത്താൻ യേശുവിൻ്റെ അടുത്ത് ഉയർത്തണ വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്താണ്? സ്റ്റാറ്റസിൻ്റെ ചാലഞ്ചസാണ്. ആദ്യം സാത്താൻ ചെയ്യണത് യേശുവിൻ്റെ സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെയൊക്കെ ആരുടെയും സ്റ്റാറ്റസിനെ ക്വസ്റ്റ്യൻ ചെയ്തായിട്ടല്ല, അപ്പം നമ്മളെ നിറം മാറും. പിന്നെ നമ്മളത് അവൻ പറഞ്ഞ തെറ്റാണെന്ന് പറയാൻ വേണ്ടി നമുക്കൊരു വെല്ലുവിളി, ഒരു പ്രലോഭനമുണ്ട്. ടെംപ്റ്റേഷൻ. യു ആർ സേയിങ് അട്ടർ നോൺസെൻസ്. നിങ്ങൾ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട, ഞാനത് തന്നെയാണെന്ന് പറയും. അത് പറയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് യേശുവിൻ്റെ സ്റ്റാറ്റസിന് ഇവൻ ഇതാണ്, നീ ദൈവപുത്രനാണ്. സ്റ്റാറ്റസ് അല്ലേ? നീ ദൈവപുത്രനാണെങ്കിൽ എന്നിട്ട് ഒരു അസൈൻമെൻറ്റ് കൊടുക്കും. അപ്പം നമുക്ക് ഒരു പ്രലോഭനം തോന്നും. എന്താ ചെയ്യാൻ സാത്താൻ ചെയ്യണത്? എന്താണ്? നമ്മൾ കല്ലുകൾ അപ്പമാക്കി കാണിക്കും. പക്ഷേ ഇനി വരാൻ പോകുന്ന ജനതയ്ക്ക് മുഴുവൻ എല്ലാവരും കല്ലപ്പമാക്കാൻ പറ്റുമോ? അപ്പോൾ വിശപ്പ് എന്നുള്ളൊരു വിഷയത്തെ ജീസസ് വളരെ തന്ത്രപരമായിട്ട് വിശപ്പുമായിട്ട്, മാനവരാശിയുടെ മുഴുവൻ വിശപ്പുമായിട്ട് യേശു വിശപ്പെന്ന് പറയുന്ന വലിയ ആ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന വിഷയവുമായിട്ട് ഈശോ കണ്ടുമുട്ടുന്ന സമയമാണത്. പല ആൾക്കാരും വിശപ്പിൻ്റെ പേരിലാണ് ദൈവത്തെ തള്ളി പറയണത് അല്ലേ? വിശപ്പിൻ്റെ പേര്, നിരീശ്വരവാദത്തിൻ്റെ ഒരു ഭാഗം വരണത് വിശപ്പ് ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോഴാണ്. യൂറോപ്പ് നിരീശ്വരവാദത്തിലേക്ക് ഇപ്പോൾ പോണത് അവർക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പോൾ വിശപ്പ് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പോഴേ ഈശോ എന്താ പറയണത്? വിശപ്പിനെ കുറിച്ച് എന്താ പറയണത്? ലൂക്കാ 4:3 വായിച്ചേ. അപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, നീ ദേവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക. യേശു അവനോട് പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് നമ്മൾക്ക് ഡീപ്രമോട്ട് ചെയ്യാം, പക്ഷെ വേറെ ആൾക്കാർ നമ്മളെ ഡീപ്രമോട്ട് ചെയ്യാം. ഇപ്പം ഇനി ദൈവപുത്രനല്ല എന്നാണല്ല പിശാച് പറയണത്. അതുപോലെ നിങ്ങൾ ചെയ്യണത് ശരിയല്ല, നിങ്ങൾ തട്ടിപ്പാണെന്ന് പറഞ്ഞ ആൾക്കാരില്ലേ? ചിലർ അങ്ങോട്ടോട്ട് വഴക്കിടുമ്പോൾ നിങ്ങൾ സ്റ്റാറ്റസ് ഡീപ്രമോട്ട് ചെയ്തിട്ട് നിങ്ങൾ
സൂത്രശാലിയാണ്. എനിക്ക് ഇപ്പോഴാണ് നിങ്ങളുടെ മനസ്സിലായതൊക്കെ ഭാര്യ ഭർത്താവിനോട് പറയാൻ കേട്ടിട്ടില്ലേ? അപ്പോൾ ഭർത്താവ് ചോദിക്കും, നിനക്ക് എന്നാ കുന്താ മനസ്സിലായെന്നാ പറയണത് എന്ന് തിരിച്ചു ചോദിക്കും. ഒരു കാര്യം, ഇപ്പം സ്റ്റാറ്റസ് ഒരു പ്രോബ്ലമാണ്. മാതാവ് ഈ വിഷയത്തിൽ പറയുമേ, ശക്തനായവൻ, ലൂക്കാ 1:49, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അതെന്താണ് വലിയ കാര്യം? എന്താണ്? ലൂക്കാ 1:48, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഈ സ്റ്റാറ്റസ് മാതാവ് സ്വയമായിട്ട് ചുരുക്കി ലോ ചെയ്ത്, അതാണ് താഴ്മ എന്ന് പറയുന്നത്. മറ്റുള്ളവർ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളെ സ്റ്റാറ്റസ് ഉയർത്താൻ വേണ്ടിയാണ് ആൾക്കാർ ശ്രമിക്കണത്. പക്ഷേ ആധ്യാത്മിക മാർഗം എന്ന് പറയണത് മറ്റുള്ളവർ നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ നമ്മളും അത് അക്സെപ്റ്റ് ചെയ്ത് സ്റ്റാറ്റസ് ലോ ചെയ്യണം. എന്താ കാര്യം? ശക്തനായവൻ അവിടെ നിനക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത്, അതായത് ആ ഉയർത്തിയിരിക്കുന്നത് പറഞ്ഞാൽ ഉയർത്തിയിരിക്കണം. എന്താ പറയുന്നത്? ഉയർത്തിയിരിക്കണതിനെ കുറിച്ച് എന്താ പറയുന്നത്? ലൂക്കാ 1:52, ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി. ആരുയർത്തി? നാട്ടുകാരും വീട്ടുകാരും പാർട്ടിക്കാരും അല്ല, പിന്നെ ആരാണ്? ദൈവം. ഇപ്പം ദൈവം ആരാണ് ഉയർത്തണത്? സ്റ്റാറ്റസ് ലോ ചെയ്യുന്നവരെ ഉയർത്തും. മറ്റുള്ളവർ സ്റ്റാറ്റസ് നമ്മളെ ലോ ചെയ്യുമ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം മാതാവിനെ പോലെ. അതിനെന്താ മാതാവ് ചെയ്തിരിക്കണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. 19:19 എടുക്ക്. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അറിയാമോ? ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അവരെന്താ അട്ടയന്മാരല്ലേ പറയണത്? അട്ടയന്മാരെന്താ പറയണത്? ദേ ഇതാണ് രാജശിശു, നമ്മളോട് പറഞ്ഞ പോലെ തന്നെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കണം എന്ന് പറയും. അപ്പോൾ രാജശിശു പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് കിടക്കുന്ന കാര്യമാണ് ഈ അപ്പോസ്തലന്മാർ സ്റ്റാറ്റസ് അല്ല, ഈ അട്ടയന്മാർ സ്റ്റാറ്റസായിട്ട് പറയണത്. മറിയമാകട്ടെ ഈ വിഷയം ഹൃദയം സംബന്ധിച്ച് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. സ്റ്റാറ്റസ് ലോ ചെയ്ത് ദൈവം മറിയത്തിൻ്റെ സ്റ്റാറ്റസ് ലോ ചെയ്തത് മറിയം അക്സെപ്റ്റ് ചെയ്തു. അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. 5ാമത്തെ ദൈവരഹസ്യത്തിൽ എന്താ പറയണത്? സ്വലോകങ്ങളുടെ രാജ്ഞിയായി മുട്ടിത്തെരിപ്പിക്കപ്പെടുമ്പോൾ ഈ സ്റ്റാറ്റസ് ഉയർത്തിയ ആളെയാണ്, സ്റ്റാറ്റസ് താഴ്ത്തിയ ആളെ ദൈവം ഉയർത്തിക്കൊണ്ട് വരേണ്ടതാണ്. സ്വർഗത്തിൻ്റെ സ്റ്റാറ്റസിന് വേണ്ടിയാണ് ഭൂമിയിൽ നമ്മൾ ദൈവവചനത്തിൽ അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സ്റ്റാറ്റസ് ലോ ചെയ്യണത്. അത് നമ്മൾക്ക് ലോ ചെയ്യാൻ പറ്റും. അടിച്ചേൽപ്പിക്കപ്പെട്ട ലോയുണ്ട്, മറ്റുള്ളവർ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് ലോ ചെയ്യുന്ന അവസ്ഥ ഉണ്ട്. ഇതെല്ലാം ആധ്യാത്മികതയുടെ വഴിയാത്രയിലുള്ള മൈൽ സ്റ്റോണുകളാണ്. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് വിനു. ഞാൻ തൃശ്ശൂർ ലൂർദ് പള്ളി ഇടവകക്കാരിയാണ്. എൻ്റെ മകൾ ആതിരയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. 2024 മാർച്ച് 22-നാണ് ഞാൻ ഉടമ്പടി എടുത്തത്. മകൾ ജൂലൈ 22 2024 ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിരുന്നത് മകൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ഇവിടെ വന്ന് മോൾ ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുൻപായിട്ട് 2 നെറ്റ് എക്സാം എഴുതി. ആ സമയത്താണ് ഇവൾ PhDക്ക് അഡ്മിഷൻ ആഗ്രഹിച്ച സമയത്താണ് ഗവൺമെൻറ്റിലൊരു റൂള് വന്ന് നെറ്റ് പാസ്സാവാതെ PhDക്ക് അഡ്മിഷൻ കിട്ടില്ല. ആ 2 പ്രാവശ്യവും എൻട്രൻസ് എഴുതി. 2 മാർക്കിന്, ഒരു പ്രാവശ്യം 3 മാർക്കിന് അങ്ങനെ അത് ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. ഇവൾക്ക് ഭയങ്കര സങ്കടമായി. ഉടനെ ഇവളും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തിട്ടും ഒരു എക്സാമും കൂടെ എഴുതി. അതും ഇതേപോലെ തന്നെ ക്ലിയർ ചെയ്തില്ല. പക്ഷെ അന്ന് അതിനുശേഷം പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ ഇവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് കണ്ടു, പ്രാർത്ഥിച്ചു. ഞാൻ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ സിംബിയോസിസിൽ ഇങ്ങനെ ഇവളുടെ സബ്ജക്റ്റ് ഇൻ്റർനാഷണൽ റിലേഷനാണ്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല ഒരു കോളേജാണത്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യാമെന്നൊക്കെ ആഗ്രഹിച്ചു, അവിടെ കൊടുക്കാം. പക്ഷേ അവിടെയും 9 സീറ്റേ ഉള്ളൂ. 6 സീറ്റ് നെറ്റ് ക്ലിയർ ചെയ്തവർക്കും 3 സീറ്റാണ് നെറ്റ് ക്ലിയർ ചെയ്യാത്തവർക്കും. അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാവരും ഞങ്ങളെ നിരുത്സാഹപ്പെടുത്തി. എങ്കിലും
അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആശ്രയിച്ച് നമ്മൾ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് ഇവള് ഉടമ്പടി എടുത്ത് ഒരു വർഷം കഴിഞ്ഞ ആ സമയത്ത് 22-ാം തീയതിയാണ്, ജൂലൈയിലാണ് വന്നത്. എക്സാം അവൾ ക്ലിയർ ചെയ്തു. എക്സാം ക്ലിയർ ചെയ്തുകൊണ്ട് സീറ്റ് നമുക്ക് കിട്ടിയില്ല. അവിടെ എൻട്രൻസ് ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു 8 മെമ്പേഴ്സ് ഉള്ള ഒരു പാനലാണ് നമ്മുടെ പ്രൊപ്പോസൽ അവിടെ പ്രസൻറ്റ് ചെയ്യണം. ഇന്ത്യയിൽ നിന്നുള്ളവരും അബ്രോഡ് പുറത്തു നിന്നുള്ളവരൊക്കെ ആ പാനലിലുണ്ട്. ഇവള് ഒരുങ്ങിയിട്ടൊക്കെ തന്നെയാണ് അതിന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് കാശ് രൂപെല്ലാം പിടിച്ചിരുന്നു. ഇവൾ പ്രസൻറ്റ് ചെയ്ത് കുറച്ച് വൈഡായി പോയി. ഇവൾ പറഞ്ഞ കുറേ പോയിൻറ്റ്സ് അവർ ചോദിച്ചപ്പോൾ ഇവൾക്ക് ആഗ്രഹിച്ച വിധത്തിലൊന്നും പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ കാശ് രൂപം കയ്യിലെടുത്തിരുന്നു. ഇവൾ ജപമാല ചൊല്ലിയിട്ട് തന്നെയാണ് അവിടെ കയറിയത്. പക്ഷേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മ ഇടപെടുമെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ചു. എല്ലാ മാസം 13-ാം തീയതി ഞങ്ങൾ അഖണ്ഡ ജപമാല ചൊല്ലിയും 12-ാം തീയതി മുതൽ 14-ാം തീയതി വരെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ പ്രാവശ്യം 14-ാം തീയതി ഓഗസ്റ്റ് 14-ാം തീയതി ഇവളുടെ റിസൾട്ട് വന്നു. അപ്പോൾ അതിൽ അവൾ ക്ലിയർ ചെയ്തു. അവൾക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടിയായിരുന്നു. അടുത്തൊരു പ്രശ്നം ഗൈഡിനെ കണ്ടെത്തി പിടിക്കുക എന്നത് നമ്മൾ തന്നെ ചെയ്യണം. അഡ്മിഷൻ കിട്ടിയാലും അതിൻ്റെ എല്ലാ പ്രോസസ്സിങ്ങും നടക്കുന്നത് ഗൈഡിനെ കിട്ടി ഗൈഡിൻ്റെ ലെറ്റർ സബ്മിറ്റ് ചെയ്യണം. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾക്ക് 2 പേരെ ഗൈഡായിട്ട് കിട്ടി. അപ്പോൾ അതിലൊരാളെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ച ഒരു മാമിനെ, മറ്റേതൊരു സാറായിരുന്നു, ഒരു കാശ്മീരി സാറാണ്. അപ്പോൾ മാമിനെ തന്നെ എടുക്കാമെന്നുള്ളൊരു വിധത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ വളരെ സന്തോഷത്തിലിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥയിൽ മോൾക്ക് ഫെലോഷിപ്പും കിട്ടി. പക്ഷേ ഈ ഫെലോഷിപ്പിൻ്റെ പേപ്പർ ഈ സെപ്റ്റംബർ 23-ാം തീയതി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആ ഓണത്തിൻ്റെ വെക്കേഷൻ്റെ സമയത്തൊക്കെ മാമിനെ വിളിക്കുമ്പോൾ മാം റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങൾക്കും വിഷമമായി. അവിടെ ഞങ്ങളുടെ കുറേ തടസ്സങ്ങളായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഓഗസ്റ്റ് അവസാനമായിപ്പോൾ മാം പറഞ്ഞു പേഴ്സണലി എനിക്കൊരു ഇഷ്യൂ വന്നു, ഞാൻ ആ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്തു, എനിക്ക് ഗൈഡാവാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് അടുത്തൊരു വഴിയില്ല. ഞങ്ങളോട് മുൻപ് പറഞ്ഞ സാറിനെ ഞങ്ങൾ മെയിൽ ചെയ്തു. അവരുടെ ഒന്നും ഫോൺ നമ്പറിലൊന്നും നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പാടില്ല, അത് റൂളിന് അഗെയിൻസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ മെയിലിൽ കൂടെ മാത്രമാണ് അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മെയിലിൽ കൂടെ കോൺടാക്ട് ചെയ്തു. അവരാരും ആദ്യം പറഞ്ഞ സാറ് പറഞ്ഞു ഓൾറെഡി മോളെ ഞാൻ ഇത്ര ദിവസമായില്ലേ, ഞാൻ വേറെ ആളെ എടുത്തു. ബാക്കി ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. പോവേണ്ട ദിവസം എടുത്തു, ഫെലോഷിപ്പും നഷ്ടമാവും എന്നുള്ളൊരു അവസ്ഥയായി. ഈ സെപ്റ്റംബർ 20-ാം തീയതി ഞങ്ങൾ ഇവിടെ വരാം. ഫ്രൈഡേ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തു ഇവിടേക്ക് വരാം. പക്ഷെ അന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. അവിടെ റോഡ് ടാറിട, വണ്ടികളൊന്നും പോകുന്നില്ല, ഞങ്ങൾ ഡ്രൈവ് ചെയ്യൂല, വണ്ടി കിട്ടൽ സാധിക്കില്ല. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു 3 മണിക്ക് നമുക്ക് എഴുന്നേൽക്കാം, വണ്ടി കിട്ടിയാൽ നമുക്ക് പോരാം. അത്ഭുതകരമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി കിട്ടി. ഞങ്ങൾ ഇവിടെ എത്തി വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ജോസഫച്ചനെ കാണാൻ സാധിച്ചു. ജോസഫച്ചൻ ഇവളുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിന്നെ ഉടമ്പടിയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കും. അത്ഭുതകരമായി ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിൽ ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ സമയത്ത് തന്നെ ഇവളുടെ മെയിലിലേക്ക് ഒരു മെയിൽ വന്നു. ഒരു സാറ് സമ്മതം ഗൈഡാവാനും ഫെലോഷിപ്പിൻ്റെ എല്ലാ പേപ്പേഴ്സും സൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 22-ാം തീയതി മൺഡേ ആണ് അവൾ പൂനെക്ക് പോയത്. അവിടെ 23-ാം തീയതി പേപ്പേഴ്സ് സബ്മിറ്റ് ചെയ്യണം. 23-ാം തീയതി ഇവർക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാമാണ്. അവിടെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അമ്മ എങ്ങനെ ഇടപെട്ടെന്ന് അവൾ തന്നെ പറയും. എൻ്റെ പേര് ആതിര. അപ്പോൾ 20-ാം തീയതി ശനിയാഴ്ച ഇവിടെ വന്ന് അച്ഛനെ കണ്ട് അച്ഛൻ എന്നോട് സംസാരിച്ചു. മാതാവിന് വേണ്ടി സാക്ഷ്യം പറയാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിച്ചു. ഞങ്ങളിവിടെ റോസറി ഒക്കെ എത്തിച്ച് മാസ് കഴിഞ്ഞ് റോസറി എത്തിച്ചിട്ട് ആരാധനയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റിട്ടേൺ പോണ വഴിക്കാണ് ഈ മെയിൽ വന്നത്. അപ്പോൾ മെയിൽ വന്നപ്പോഴും സാറ് പറഞ്ഞു അവിടെ വന്നിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇൻഡക്ഷൻ പ്രോഗ്രാം ആയിരുന്നു 23rd മോർണിംഗ്. അപ്പോൾ ഇൻഡക്ഷൻ പ്രോഗ്രാം പൂനെ ടൗണിൽ നിന്ന് ഒരു 1.5 hours ഡിസ്റ്റൻസ് ഉള്ള ലവലി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഈ സാറിനെ കാണാൻ വരേണ്ടത് എനിക്ക് വീണ്ടും തിരിച്ച് ടൗണിൻ്റെ ഉള്ളിലേക്ക് 1.5 മണിക്കൂർ വന്ന് ഒരു 40 കിലോമീറ്ററോളം എങ്ങാണ്ടുണ്ട്. അവിടെ വരെ വന്നിട്ട് വേണം ഈ സാറിനെ കണ്ട് ഒപ്പ് മേടിക്കുക. അപ്പോൾ 23rd 24th മാത്രമാണ് അവിടെ നിൽക്കണേ. ഈ 24th വൈകുന്നേരത്തിന് ഉള്ളിൽ സർട്ടിഫിക്കറ്റ്സും ഫെലോഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സും എനിക്ക് സബ്മിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫെലോഷിപ്പ് അവർ വേറെ ആൾക്ക് കൊടുക്കും, നമ്മുടെ ഓപ്പർച്യൂണിറ്റി പോവും.
അപ്പോൾ എനിക്ക് സാറിന് മെയിൽ മാത്രമേ കോൺടാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉള്ളൂ. അപ്പോൾ ഞാൻ മെയിൽ അയച്ചു, സാറിനോട് പറഞ്ഞു ഞാൻ വരാം സാറേ, എന്തായാലും മാതാവ് എനിക്കൊരു ആൻസർ തന്ന പോലെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തണതിന് മുമ്പ് തന്നെ എനിക്ക് മെയിൽ തന്നല്ലോ. അപ്പോൾ ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ കാലത്ത് തന്നെ ആ പ്രോഗ്രാമിലെ കോർഡിനേറ്റേഴ്സിനോട് ചോദിച്ചു എനിക്ക് ഇങ്ങനെ പോകണം, ഞാൻ ഇത്രയും ദൂരത്തു നിന്നാണ് വരണേ, എനിക്ക് തിരിച്ച് പിന്നെ ഒരു ദിവസം വെയിറ്റ് ചെയ്ത് വരാൻ പറ്റില്ല. അപ്പോൾ അവർ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ മാതാവിൻ്റെ കാശുരൂപം പിടിച്ച് കൊന്തയും പിടിച്ചാണ് ഞാനിത് ഇവർ മീറ്റ് ചെയ്യാൻ പോയേ. അതുകൊണ്ട് വീണ്ടും ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ ഞാൻ വീണ്ടും പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ശരി പോയിക്കോ, പക്ഷേ 4:30 ഉള്ളിൽ എത്തിയില്ലെങ്കിൽ അന്നത്തെ ആ ഒരു അറ്റൻഡൻസ് എൻ്റെ പോകും. അറ്റൻഡൻസ് പോയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അഗെയിൻ ആ ഒരു അഡ്മിഷന് അത് പ്രോബ്ലം ആവും. അപ്പോൾ 1:30 ഉബർ അങ്ങനെ ഒന്നും കിട്ടണില്ല. എന്നിട്ട് എന്തോ ഒരു അത്ഭുത പ്രകാരം ഒരു ഹിൽ പോയിൻ്റാണ്, അപ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ വരാൻ. ഒരു ഓട്ടോ കിട്ടി. എന്നിട്ട് ഓട്ടോ എങ്ങനെയാണ് അവിടെ ഒരു 3 മണിക്കുള്ളിൽ എത്തിയെന്ന് അറിയില്ല, കാരണം അത്രയും തിരക്കായിരുന്നു. വീക്കെൻഡ് കഴിഞ്ഞിട്ട് ഹോളിഡേ കഴിഞ്ഞിട്ടുള്ളത് ഭയങ്കര തിരക്കായിരുന്നു. എന്നിട്ട് അവിടെ പോയി അപ്പോഴും ഞാൻ കാശുരൂപം പിടിച്ചു. ആദ്യം അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, സെക്യൂരിറ്റി ഒന്നും ആദ്യം കയറ്റിയില്ല, കാരണം എനിക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒരു മെയിൽ ഉണ്ടായിരുന്നുള്ളൂ സാറിനൊക്കെയാണ്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് സാറിന് ഒന്നും കൂടി മെയിൽ അയച്ചു, സാർ എന്നെ കയറ്റി വിട്ടു. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, കാരണം പ്രപ്പോസലൊക്കെ സബ്മിറ്റ് ചെയ്തതിന് സാറിനോട് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. സാറിന് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് അല്ലേ സാറിന് സംസാരിക്കാൻ പറ്റി. അപ്പോൾ ഞാൻ അവിടെ പോയി പക്ഷേ സാറ് ഒരു കുഴപ്പവും പറഞ്ഞില്ല. സാർ എനിക്ക് എല്ലാ ഒപ്പൊക്കെ ഇട്ട് തന്നു. അത് കഴിഞ്ഞിട്ട് അഗെയിൻ ആ ഒരു 4:30 മുമ്പ് എത്തണം എന്ന് പറയുന്നത് വളരെ ഇമ്പോസിബിൾ ഒരു സിറ്റുവേഷൻ, കാരണം അത്രയും ട്രാഫിക്കാണ്. സ്കൂളൊക്കെ വിട്ട സമയം. പക്ഷേ എങ്ങനെയൊക്കെയോ ഞാൻ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഹിൽ സ്റ്റേഷനിൽ സാറിനെ കാണാനും തിരിച്ച് റിട്ടേണും എസയ്യ 45:2 അത് റോസറി എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ എത്തി, 4:30 അവിടെ എത്തി. അപ്പോൾ ഞാൻ ഒരു സബ്മിറ്റ് ചെയ്യാം. പക്ഷേ എനിക്ക് PG 2024 പാസ് ഔട്ടാണ് ഞാൻ. PG സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ ഏപ്രിലിൽ എനിക്ക് കിട്ടുള്ളൂ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ അതില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ 24-നുള്ളിൽ സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ അഡ്മിഷൻ പോവും. പക്ഷേ അഗെയിൻ സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പോൾ ഞാൻ അന്ന് 23rd എന്നോട് തിരിച്ചു പോകാൻ പറഞ്ഞു. 24th ഈവനിങ് ആണ് ഞാൻ റിട്ടേൺ വരണേ. 24th മോർണിംഗ് ഞാൻ വീണ്ടും അവരോട് പോയി സംസാരിച്ചു, ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഉച്ചയായപ്പോഴേക്കും എനിക്ക് നല്ല ടെൻഷനായി. അപ്പോഴും ഞാൻ കൊന്തെത്തിച്ചു, ഞാൻ അമ്മോടൊക്കെ വിളിച്ച് പറഞ്ഞു, അവരും കൊന്തെത്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞാൻ പോയി. അപ്പോൾ ഒരു മാമിനെ കാണണം, പക്ഷേ ആ മാം ഞാനൊരു 30 മിനിറ്റ്സോളം വെയിറ്റ് ചെയ്തു, പക്ഷേ മാം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആയിക്കൂടി മീറ്റ് ചെയ്യാൻ പറ്റുന്നത് വൈകുന്നേരം ഒരു 4:30 4 to 5 മണി വരെ ആയിക്കൂടി ഒരു അരമണിക്കൂർ ഞാൻ അവരെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 3 മണിക്ക് കരണക്കൊന്ത് എത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അവരൊന്ന് കാണാൻ പോയി. ഒരു മിറാക്കിൾ പോലെ അവരവിടെ ഉണ്ടായിരുന്നു. ആ മാമിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ മാമിൻ്റെ കൂടെയുള്ള വേറെ സാറ് പറഞ്ഞില്ല സർട്ടിഫിക്കറ്റില്ലാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറേ പറഞ്ഞു, മാതാവിനോട് മനസ്സിൽ പ്രാർത്ഥിച്ച് വീണ്ടും എന്നിട്ട് ഈ മാമിനോട് ഒന്നും കൂടി ഒരു റിക്വസ്റ്റ് പോലെ പറഞ്ഞു, മാം ഞാൻ അവരുടെ വല്ല ബോണഫൈഡ് എങ്ങാനും തരാം, അന്നാലെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യാൻ സമ്മതിക്കുമോ എന്ന് ചോദിച്ചു. പക്ഷേ മാം പറഞ്ഞു കുഴപ്പമില്ല, ബാക്കിയെല്ലാം ഇല്ലേ, അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെ ആ കരണക്കൊന്ത് എത്തിച്ച് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ആ സർട്ടിഫിക്കറ്റ്സ് എല്ലാം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി. PG സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് ഇയർ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ഫെലോഷിപ്പിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തു. എനിക്ക് ലാസ്റ്റ് വീക്ക് ക്ലാസ് തുടങ്ങി. മാതാവിന് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങൾ ഇവിടുന്ന് വാങ്ങുന്ന ഉടമ്പടി പത്രം വീടുകളിൽ പോയി കൊടുക്കും. പലരും വളരെ തമാശയായിട്ട് അതിനെ കാണാറുണ്ട്. എങ്കിലും ഞങ്ങൾക്കൊരു കൃപാസന പത്രം ഒരു മോശക്കേടും തോന്നാതെ തന്നെ വീടുകളിൽ കയറി ഇറങ്ങി തന്നെ കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ, പിന്നെ ജൂബിലി മെഡിക്കൽ കോളേജിൻ്റെ അടുത്താണ് വീട്. അപ്പോൾ അവിടെ ഉള്ള പേഷ്യൻസിനും അവിടുത്തെ സ്റ്റാഫിനും സ്റ്റുഡൻസിനും ഒക്കെ കൊടുക്കാറുണ്ട്. ഞാൻ സെൻറ്റ് മേരീസ് കോളേജിലെ അധ്യാപികയാണ്. എൻ്റെ കോളേജിലെ സ്റ്റാഫിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും ക്രിസ്ത്യൻസിനും ഹിന്ദുസിനും എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ചിലവരൊക്കെ വാങ്ങാതെ പോവും. പക്ഷെ അപ്പോൾ അവരോട് ഞാൻ ഇതിൻ്റെ മാതാവിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുമാതിരി ഒത്തിരി സങ്കടത്തിലൊക്കെ വരുന്നവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ തൈലം കൊടുക്കാറുണ്ട് രോഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ. അതേപോലെ സഹായങ്ങളെന്ന് പറയണത് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതേപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരെ മാതാവ് ഈ ഒരു വർഷക്കാലം ഉടമ്പടി എടുത്തേ നമ്മുടെ മുൻപിൽ എത്തിക്കാറുണ്ട്. ഞങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. വിശുദ്ധ ബലി എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുന്നവരാണ്. അതുമാതിരി ജപമാല പ്രാർത്ഥന മുടങ്ങാതെ എത്തിക്കാറുണ്ട്. 4 ജപമാലയൊക്കെ സാധാരണ ചെല്ലാറുണ്ട്. പിന്നെ മോർണിംഗിലുള്ള
ഡെയിലി ബ്രെഡ് അത് മുടങ്ങാതെ കൂടാറുണ്ട്. ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാറുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അനുഭവമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് പത്രമാണ്. പലപ്പോഴും അത് കൊടുക്കാൻ പലർക്കും ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഓർക്കണം, അത് കൊടുക്കുന്നതിലൂടെയാണ് എനിക്ക് തോന്നുന്നു അത് വലിയൊരു സാക്ഷിയാണ്. ഒരു മനക്കേടും കൂടാതെ നമ്മൾ അതിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ യേശു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ ജനങ്ങളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമുക്ക് ലോകത്തിൻ്റെ എല്ലാവരുടെയും പോകാൻ പറ്റുന്നില്ലെങ്കിലും ഈ ഒരു കൃപാസന പത്രം കൊടുക്കുന്നതിലൂടെ ഈശോയുടെ സുവിശേഷം തന്നെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ഒത്തിരി സ്നേഹം. എൻ്റെ പേര് ജെന്നി വർഗീസ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകളാണ് നിഷ. ഇത് എൻ്റെ പേരക്കുട്ടി ജെറോം. ഇവരുടെ വീട് കടയനിക്കാടാണ്. ജെറോമിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവന് മാർച്ച് 29 കടുത്ത വയറുവേദനയെ തുടർന്ന് ICH ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അന്ന് എക്സ്റേ എടുത്തതിൽ നിന്ന് ഭയങ്കരമായ പഴുപ്പ്, അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാറായ അവസ്ഥയിലായിരുന്നു. ഏപ്രിൽ 1 അവനെ ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ 4 ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. 5-ാമത്തെ ദിവസം വയറിനുള്ളിൽ പഴുപ്പ് അവർ കണ്ടെത്തി. ഭയങ്കരമായി വയറ് വീർത്തു. അവർ 2 സ്റ്റിച്ച് ഓപ്പൺ ചെയ്ത് പഴുപ്പ് മാറ്റി ക്ലീൻ ചെയ്തു. വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടി ഡ്രസ് ചെയ്തു. 13 ഡിസ്ചാർജ് ആക്കി അവർ. 17 വീണ്ടും കൊച്ചിന് നല്ല പനിയായി. വീണ്ടും അവിടെ തന്നെ കൊണ്ടു ചെന്ന് പഴുപ്പ് അവർ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവുന്നതാണ്, വൈറൽ ഫീവർ ആവാൻ സാധ്യത. അവർ പനിയുടെ മരുന്ന് തന്ന് ഞങ്ങളെ പറഞ്ഞയച്ചു. അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ മാതാവേ എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമുണ്ടാവില്ലേ, ആകപ്പാടെ ഒരു കുഞ്ഞേ ഉള്ളൂ, പരിശുദ്ധ അമ്മേ ഈശോപ്പച്ച ഒരു കുഴപ്പമുണ്ടാവില്ലേ. 19 അവന് ഭയങ്കരമായ വേദനയായി. കൈകാലുകൾ കോച്ചി പിടിക്കാൻ തുടങ്ങി. കൈകാലുകളൊക്കെ ബലം പിടിച്ച് അവന് രാത്രി ഭയങ്കര പ്രശ്നമായി. 20 ഈസ്റ്ററിൻ്റെ അന്ന് ഭയങ്കരമായ പ്രയാസം കണ്ട് ഞങ്ങൾ വേഗം തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, എക്സ്റേ എടുത്തു. ഭയങ്കരമായ ഇൻഫെക്ഷനാണ്, ഉള്ളിൽ നിറച്ച് പഴുപ്പാണ്, കുടലാകെ പ്രശ്നത്തിലായിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പീഡിയാട്രി സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. ഈസ്റ്റർ ആയതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും സർജന്മാരുണ്ടായില്ല. അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ തിരുവല്ല ബിലീവിയർ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുള്ളൂ. അവിടേക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് അവർ 3 ദിവസം അവർ ആൻറ്റിബയോട്ടിക് കൊണ്ട് അവർ നോക്കി, മെഡിസിൻ ചെയ്ത് നോക്കി. പക്ഷേ കൊച്ചിന് ഒരു കുറവും കാണുന്നില്ല. വയറ് വീർത്ത് തുടങ്ങി, ഛർദിൽ തുടങ്ങി. അവർ ട്യൂബിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ, എപ്പോഴും ഛർദി തന്നെ. അങ്ങനെ അവർ എക്സ്റേയിൽ കാണുന്നത് ഭയാനകമായ ദൃശ്യങ്ങളാണ്. കുടലൊക്കെ ചുരുങ്ങി, അവനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, കുടലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല. മെയിൻ ഡോക്ടർ വന്ന് പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല, 90% അവന് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓപ്പറേഷൻ ചെയ്താലും 90% ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, ആകെ 10%. നിങ്ങൾ ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കുക. ഞങ്ങളെന്നിട്ട് അമ്മ മാതാവിനോട് വിളിച്ച് കേണപേക്ഷിക്കായിരുന്നു. 22 വൈകുന്നേരമായപ്പോൾ ഇവിടെ ഉടമ്പടി സമർപ്പിച്ചിരിക്കുന്ന ഇവരുടെ ആൻറ്റി വിളിച്ച് പറഞ്ഞു, ഇവിടേക്ക് സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം, കൊച്ചിനൊന്നും സംഭവിക്കില്ല, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം. അങ്ങനെ എൻ്റെ ആങ്ങളയുടെ മോള് ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തിരുന്ന ആ കുട്ടി എണ്ണയും ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്തിരുന്നു. ഞാൻ എന്ത് ചെയ്തു, അന്ന് രാവിലെ 23 രാവിലെ ഞാൻ ഇവൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ചു. എൻ്റെ മോനൊരു വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാരവിടെ പറഞ്ഞിരുന്നത്. എൻ്റെ മോനെ ആരും കാണാതെ ഞാൻ തേനെടുത്ത് എൻ്റെ മോൻ്റെ ചുണ്ടയിൽ പെരട്ടി ഉള്ളിലാവാൻ കരുതി. എന്നിട്ടൊരു തുണ്ട് വെള്ളമെടുത്ത് ഞാൻ തുടച്ച് മോനെ അത് ഇറക്കി വിടാൻ പറഞ്ഞു. അങ്ങനെ അത് ഇറക്കി വിട്ടു അവൻ. അന്ന് അവർ അത് കഴിഞ്ഞ് എക്സ്റേക്ക് കൊണ്ടുപോവുകയാണ്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എക്സ്റേ റൂമിലേക്ക് കയറ്റി. ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഞാൻ കൊന്ത് ചെല്ല്, പരിശുദ്ധ അമ്മേ ആകെപ്പാടെ ഈ ഒരു പൊന്നു മോനല്ലേ ഉള്ളൂ, ഈ 5.5 വയസ്സായ കൊച്ച്, ഇനി ഒരെണ്ണം ഇവൾക്ക് ഉണ്ടാവൂല, അപ്പം ഈ പൊന്നുമോനെ ഞങ്ങൾക്ക് തായോ അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങളവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ എവിടെ നിന്ന് എനിക്കറിയില്ല, ഒരു വെളുത്ത് സുന്ദരിയായ ഒരു ചേച്ചി പെണ്ണ് എഴുന്നേറ്റ് വന്ന് ഒരു ക്രൂശിത രൂപം എടുത്തിട്ട് ആ ചേച്ചി പറയാ എൻ്റെ കയ്യിൽ തന്നിട്ട്,
മോളെ ഇത് അവൻ്റെ കയ്യിൽ കൊടുക്ക്, അവന് ഈ ഈശോയ്ക്ക് അവനെ രക്ഷിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചിയുടെ ആരായി എടുക്കണേ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ? എൻ്റെ മോനും ഇവിടെ എക്സ്റേ എടുക്കാൻ കയറ്റിയിട്ടുണ്ട്, നിങ്ങൾ പ്രാർത്ഥിച്ചോ, ഒന്നും സംഭവിക്കില്ല, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ക്രൂശിത രൂപം, ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന രൂപം എൻ്റെ കയ്യിൽ അവർ തരിക. അങ്ങനെ ഉണ്ണീനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടത്തി കൊണ്ടുവന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു, പിടിപ്പിച്ചു അവനെ. മോനെ, കർത്താവിനെ വിളിക്കട, മക്കളെ രക്ഷിക്ക്, കർത്താവാണ്. അമ്മ മാതാവിലൂടെ ഈശോ നമ്മെ രക്ഷിക്കൂടാ, ഈശോ അപ്പച്ചൻ നമ്മളെ രക്ഷിക്കും. ആ ക്രൂശിത രൂപം ഇങ്ങനെ കൈ പിടിച്ച് നോക്ക്, ആരെയും അവൻ ശ്രദ്ധിക്കുന്നില്ല. അവൻ പറയണേ, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണമേ, എത്രയും പെട്ടെന്ന് എന്നെ വീട്ടിലേക്ക് എത്തിക്കണമേ, ഇങ്ങനെ തന്നെ അവൻ പ്രാർത്ഥിച്ച്. എന്നിട്ട് അവർ എക്സ്റേയിൽ കണ്ടത് അവരൊന്നും പറഞ്ഞില്ല ഞങ്ങളോട് റിസൾട്ട്. അവർ പറഞ്ഞു എൽ മോഡൽ, വയറ് കീറണം, ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ മുകളിൽ കൂടെയാണ് മേജർ സർജറി ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ അതൊന്നും ചെയ്യാൻ പറ്റില്ല, 90% പ്രതീക്ഷിക്കേണ്ട, കോമ സ്റ്റേജിലേക്ക് പോകും, ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ പിന്നെയൊക്കെ ദൈവം തമ്പുരാൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യണം. ചിലപ്പോൾ വെന്റിലേറ്ററിൽ കിടക്കണം, ഒരാഴ്ച ICUവിൽ വേണം, ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമാണ്, ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ്, സ്കോപ്പില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊച്ചിനെ. ഞാൻ കൊന്ത് ചൊല്ലി പുറത്തിരിക്കുക, ഇവളും പ്രാർത്ഥിക്കുക. ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴുണ്ട്, ആദ്യം തന്നെ അനസ്തേഷ്യ ഡോക്ടർ പുറത്ത് വന്നപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ സക്സസ്, ഒരു കുഴപ്പമില്ല അവന്. കാരണം ആ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവൻ ഓപ്പറേഷൻ കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ കണ്ണ് തുറന്നു. ഒരു വെന്റിലേറ്റർ സപ്പോർട്ടില്ലാതെ, ഒരു ഓക്സിജൻ സപ്പോർട്ടില്ലാതെ അവൻ ആദ്യം ചോദിച്ചത് എൻ്റെ അമ്മ എവിടെ? അപ്പോൾ പറഞ്ഞു, അമ്മയുടെ പേരെന്നാ മോനെ? നിഷ്യ എന്ന് പറഞ്ഞു. കൈകാലുകളൊക്കെ അനക്കാൻ പറഞ്ഞു, കൈകാലുകൾ അടക്കി. അവൻ സംസാരിച്ചു, ഒരു സപ്പോർട്ടില്ലാതെ. പരിശുദ്ധ അമ്മ മാതാവ് ഈശോപ്പച്ചൻ അവിടെ തേരിറങ്ങി വന്ന് അവനെ രക്ഷിക്കായിരുന്നു. 90% കിട്ടില്ല എന്ന് പറഞ്ഞ ഈ പൊന്നുമോൻ 3 മാസം, ഡോക്ടർമാർ 3 മാസം. ഞാനപ്പോൾ ഇവിടെ സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ സാക്ഷ്യം പറയാൻ സമയമായോ? അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 മാസമായിട്ടുള്ളൂ, 1 മാസം കഴിഞ്ഞിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി 1 മാസം കഴിഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്കൊന്നും ഇപ്പോൾ വിടണ്ട, എന്നാൽ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവന് ഒരു മരുന്നോ മരുന്നൊന്നുമില്ല, ഇവനെ സ്കൂളിലേക്ക് പോകണ്ട. ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ജെറോമിനെ സ്കൂളിലേക്ക് വിട്ടു തുടങ്ങാൻ. അവന് സ്കൂളിൽ ടോപ്പാ, നമ്പർ 1 എപ്പോഴും എല്ലാത്തിലും ടോപ്പായി നിൽക്കുന്നതാണ്. UKG-യിലാണ് അവൻ പഠിക്കുന്നത്. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അമ്മ മാതാവിലേക്ക് അടുക്കാൻ, ഈ ഉടമ്പടിയിലേക്ക് വരാനായിട്ട് ഇവന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിരുന്നു. പരിശുദ്ധ അമ്മ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടേ ഞാൻ പോയിരുന്നത്. പക്ഷേ എനിക്ക് റിജക്ഷനായിരുന്നു വന്നിരുന്നത്. അപ്പം ഞാൻ പരാതി പോലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ എത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ, എന്നെ എന്തേ അമ്മേ, എനിക്കൊരു ജോലി ഒന്നും ആക്കി തരാത്ത എന്തേ? ഞാൻ പരാതിയായിരുന്നു പറഞ്ഞിരുന്നേ. പക്ഷേ നിങ്ങൾക്കറിയോ, എനിക്ക് ചെറുപ്പം മുതലേ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ചകളുണ്ടാകുമ്പോൾ പരാതി പറയുന്നവരോ ഒരുപാട് പേരും. അതിനെ എന്നെ ഒരു സാക്ഷിയാക്കായിരുന്നു. പിറ്റേ ദിവസം ഒരു സഹോദരി എന്നോട് വന്ന് പറഞ്ഞു, കൃപാസനത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ, നീ പോരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആശയാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോണെന്ന്. ഒരുപാട് പേര് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്. എന്നെ പിറ്റേ ദിവസം സഹോദരി കൊണ്ടുവന്നു, നീ ഉടമ്പടി എടുക്കുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സാധിക്കുമോ? ഇല്ല, എനിക്ക് സാധിക്കില്ല, ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ കാലുകൾ തന്നെ ചലിക്കുകയായിരുന്നു. അങ്ങോട്ട് ആ ചേച്ചി എന്നെ അന്വേഷിച്ചു, ഞാൻ ഉടമ്പടി ക്ലാസ്സിലാണ്.
ഞാൻ എന്നിട്ട് ഉടമ്പടിയൊക്കെ എടുത്തു, എനിക്കിത് സാധിക്കും. പക്ഷേ ഇന്ന് നേരം വിളിക്കുമ്പോൾ ഞാൻ എല്ലാം പാലിക്കുന്നുണ്ട്. മക്കളെല്ലാം ഞാൻ പാലിക്കുക. ദിവസവും പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ ഞാൻ പോകും. നേരത്തെ എഴുന്നേറ്റ് എല്ലാ ജോലിയും കഴിച്ചു വെച്ച് ഞാൻ അരമണിക്കൂർ മുൻപ് കൊന്തയിൽ പങ്കെടുത്ത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. കാര്യപത്രം വിതരണം ചെയ്യുന്നുണ്ട്, പാവപ്പെട്ടവർ സഹായിക്കുന്നുണ്ട്. ഭക്ഷണമായി കൊടുക്കാൻ പറ്റില്ലെങ്കിലും കാശ് കൊടുത്ത് ഭക്ഷണം മേടിച്ചോ എല്ലാം വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം. അതേമാതിരി തന്നെ പ്രതീക്ഷിക്കാരൻ്റെ പ്രാർത്ഥനയും സന്ധ്യാപ്രാർത്ഥനയും തിരികത്തിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. രാത്രി 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും, 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് 5:30 തിരികൊളുത്തി ഞാൻ പ്രാർത്ഥിക്കും. എന്നെ ഒരുക്കുകയായിരുന്നു ഈ പുത്രന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി. എന്നെ യൂറോപ്പിലേക്ക് വീസ അടിച്ച് ഈശോ മാതാവ് എന്നെ വിടുമായിരുന്നെങ്കിൽ ഞാനിത് നടത്തില്ല. എന്നെ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്ത് നിർത്തുമായിരുന്നു. കാരണം പ്രാർത്ഥനയിൽ ഒന്നും കൂടി അടുത്ത് ജീവിക്കാൻ എനിക്ക് പരിശുദ്ധ അമ്മേനെ ഒരുപാട് ഇഷ്ടമാണ്, ഈശോ അപ്പച്ചനെ ഇവർ രണ്ടുപേരും ഒരുപാട് ഇഷ്ടമാണ്. ഈ മകനിലൂടെ കൂടുതൽ ഞാൻ അടുത്തു. കിട്ടൂല എന്ന് പറഞ്ഞ് സ്വന്തം ഈ മകനെ കിട്ടിയപ്പോൾ അപ്പോൾ ഈശോയ്ക്ക് നന്ദി. ഇത്രയും മോനെ തിരിച്ചു തന്നതിന് അമ്മ മാതാവിനും ഈശോ അപ്പച്ചനും 1000 നന്ദി. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങളുടെ കുടുംബത്തെ ഇവിടെ നിർത്തിയതിന്. 2024 ഏപ്രിൽ 24-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് ഭർത്താവിൻ്റെ ജോലി സംബന്ധമായ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ തൈലവും ഉപ്പും ഭക്ഷണത്തിൽ കൊടുക്കുകയും തൈലം ദിവസവും നെറ്റിയിൽ ചാർത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ പ്രഭാത പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി ഒരു 6 മാസങ്ങൾക്ക് ശേഷം തിരികെ ലഭിക്കുകയും അദ്ദേഹത്തിനുണ്ടായിരുന്ന ദുശീലങ്ങളെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ മാതാവും തിരുക്കുമാരനും സഹായിക്കുകയും ചെയ്തു. അദ്ദേഹം മദ്യപാനത്തിനും പുകവലിക്കും അടിമയായിരുന്നു. അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് 2023 ഒക്ടോബറിലാണ് അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് 3-4 മാസം നമ്മൾ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത് അദ്ദേഹം ജോലിയിൽ മീൻസ് ഈ മദ്യപാനം ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് ജോലിയിൽ ചില സമയത്ത് പോകാറുണ്ടായിരുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെടുന്നത്. ജോലി നഷ്ടപ്പെട്ട് ഒരു 3-4 മാസം വളരെ സ്ട്രഗിൾ ചെയ്തു. കാരണം കൃപാസനത്തെക്കുറിച്ചെല്ലാം ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന പത്രം തുറന്നു നോക്കാൻ പോലും ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ജപമാല ഞാൻ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത്, അതായത് ഇനി അങ്ങോട്ട് മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ച ഒരു സമയത്താണ് ആകസ്മികമായിട്ട് എൻ്റെ മൊബൈലിൽ ഒരു 23 വയസ്സുള്ള ഒരു പയ്യൻ്റെ സാക്ഷ്യം ഞാൻ കേൾക്കുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ അത് റിപ്പീറ്റഡ്ലി ഞാൻ ആ സാക്ഷ്യം കേട്ടു. അതെവിടെയോ എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. പിന്നീട് ഞാൻ മൊബൈലിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് നോക്കുകയും കൃപാസനത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും അതിനെക്കുറിച്ച് എന്നോട് ആദ്യം പറഞ്ഞിരുന്നവരോട് ഞാൻ കോൺടാക്റ്റ് ചെയ്ത് ഇതെങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത് എന്നെല്ലാം കൃത്യമായിട്ട് അറിയുകയും ഏപ്രിൽ 22-ാം തീയതി 2024 ഏപ്രിൽ 22-ാം തീയതി ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു. പക്ഷേ 22-ാം തീയതി ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിച്ചു. 23-ാം തീയതി രാവിലെയും പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എങ്ങനെയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ളത്. അപ്പം ഞാൻ മകളോട് പറഞ്ഞു, നാളെ നമുക്ക് ഉടമ്പടി എടുക്കാം, കൃപാസനത്തിൽ പോകാം. ഇങ്ങോട്ടുള്ള വഴി പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് ആലുവയിൽ നിന്ന് ബസ് കയറിയാൽ മതി, ആ ബസ്സിൽ നിനക്ക് ആരെങ്കിലും ഉണ്ടാവും വഴികാട്ടിയായിട്ടെന്ന്. അങ്ങനെ പക്ഷേ ബസ്സിൽ കയറിയിരുന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 2 സ്റ്റോപ്പിന് ശേഷം ഒരു അമ്മയും അവരുടെ മകനും വന്നിരുന്നു. അവരെങ്ങോട്ടാണെന്ന് ചോദിച്ചപ്പോൾ കൃപാസനത്തിലേക്കാണ്. അവരവരുടെ പ്രശ്നവും ഞാൻ എൻ്റെ പ്രശ്നവും പറഞ്ഞ് ഉടനെ അവരെന്നോട് പറഞ്ഞത് ഇനി വിഷമിക്കേണ്ടി വരില്ല, കാരണം അമ്മയെ ഏൽപ്പിച്ചോളൂ എല്ലാം എന്നാണ്. അങ്ങനെ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അതുവരെയും ഇല്ലാത്ത ഒരു കരച്ചിലായിരുന്നു ഞാനിവിടെ നിന്ന് കരഞ്ഞത്. പക്ഷെ ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് അതിലേറെ സന്തോഷത്തോടു കൂടിയാണ്. അന്ന് കരഞ്ഞ കരച്ചിൽ പിന്നെ എനിക്ക് സങ്കടപ്പെട്ട് കരയേണ്ടി വന്നിട്ടില്ല. മാതാവും തിരുക്കുമാരനും അതിനെനിക്ക് ഇടവരുത്തിയിട്ടില്ല. എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുകയും കൃത്യമായിട്ട് ഉപയോഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പതിയെ എൻ്റെ ഭർത്താവിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ഇങ്ങോട്ട് പ്രാർത്ഥന സമയം ആവശ്യപ്പെടുകയും എന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ വരികയും ചെയ്തു.
അങ്ങനെ ഒരു ഓഗസ്റ്റ് മാസം എൻ്റെ പുതുക്കേണ്ട സമയത്ത് ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഇദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനും ഉടമ്പടി എടുത്താൽ എന്തായിരിക്കും? അപ്പം ഞാൻ പറഞ്ഞു, വളരെ നല്ലതായിരിക്കും, കാരണം മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം തന്നെ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചില്ലേ. അങ്ങനെ ഓഗസ്റ്റ് 24 ഞാനും അദ്ദേഹവും കൂടി വന്ന് ഇവിടെ ഉടമ്പടി അദ്ദേഹം എടുക്കുകയും ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ പുതുക്കലും അദ്ദേഹത്തിൻ്റെ 2ാമത്തെ പുതുക്കലുമാണ്. ആ ജോലി കാരണം നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ച ജോലിയാണ്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും നമ്മൾ ഭക്ഷണത്തിൽ ഉപ്പ് കൊടുക്കുമായിരുന്നു. അതോടുകൂടി പല രീതിയിലുള്ള വ്യത്യാസങ്ങൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും അത് എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാനും ഉപ്പിട്ട് ഭക്ഷണം കഴിക്കുകയും ഇതെല്ലാം ചെയ്ത് ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡായിരുന്നു. പൂർണ്ണമായിട്ടല്ലെങ്കിൽ പോലും വളരെയധികം അത് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം എനിക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു അവരോട്. പക്ഷേ ഇപ്പോൾ എത്ര ദേഷ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അവരുടെ മുഖത്ത് നോക്കി ഒരു ചിരിയെങ്കിലും ചിരിക്കാനായിട്ട് എനിക്കിപ്പോൾ സാധിക്കും. അദ്ദേഹത്തിന് ജോലി കിട്ടി. അതിനുശേഷം കാരണം നമുക്ക് ജോലിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് അദ്ദേഹം സ്ഥാപനം തുടങ്ങി, പക്ഷെ അതും സക്സസ് ആയിരുന്നില്ല. അങ്ങനെ ജോലിക്ക് അദ്ദേഹത്തിന് അതിൻ്റെ ഇടയ്ക്ക് ഓഗസ്റ്റ് 24 സെപ്റ്റംബർ 30 ഇന്നൊരു വർഷം തികയാണ്. അദ്ദേഹത്തിന് സെപ്റ്റംബർ 30 രാവിലെ അറ്റാക്ക് വരികയും നമ്മൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അവിടെയും ദൈവം പ്രവർത്തിച്ചു. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുഴപ്പമൊന്നുമില്ല, ഇത് ഗ്യാസിൻ്റെ പ്രശ്നമാണ്, നിങ്ങൾ വീട്ടിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു 1.5 മണിക്കൂർ ഒബ്സർവേഷൻ നിർത്തിയിട്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ നോക്കിയ സീനിയർ ഡോക്ടർ. ഇതിക്ക് മുമ്പ് ഒരു ചെറിയ പ്രശ്നം വന്ന് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കണ്ട് പോരാമെന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് സീനിയർ ഡോക്ടർ അവിടെ വരുന്നു. സീനിയർ ഡോക്ടർ വന്നപ്പോൾ പുള്ളി ബെഡിൽ കിടന്ന് ഞെരിപിരി കൊള്ളുകയാണ്. അദ്ദേഹത്തിന് വേദനയ്ക്ക് ഒരു കുറവുമില്ല. അപ്പോൾ വേഗം ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രശ്നം പറയുന്നുണ്ട്, ആൾക്കൊട്ട് കുറവില്ല, ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് കുറവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഡോക്ടർ ഒന്നുകൂടി റിപ്പീറ്റ് ECG പറഞ്ഞു. ECG പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടർ പറഞ്ഞു, നേരെ ആസ്റ്ററിലേക്ക് പോയിക്കോളൂ, കാരണം ആൾക്ക് അറ്റാക്കായിട്ട് ഞങ്ങൾക്കൊരു സംശയമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ തന്നെ അവർ ആംബുലൻസിൽ ഞങ്ങളെ ആസ്റ്ററിലെത്തിക്കുന്നു. അവിടെ ചെല്ലുമ്പോൾ ഇവിടെ നെഗറ്റീവായിരുന്ന എല്ലാ റിസൾട്ടുകളും അവിടെ ചെല്ലുമ്പോൾ പോസിറ്റീവായി, ട്രോപ്പയൊക്കെ ഹൈ ആകുന്നു, ECGയിൽ ഹൈ വേരിയേഷൻസ് വരുന്നു, നേരെ ICUയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അത് മാതാവിൻ്റെ ഇടപെടൽ. കാരണം 1 മണിക്കൂറിന് ശേഷം തിരിച്ച് വീട്ടിൽ പോകാനിരുന്ന് ഞങ്ങൾ ആൻജിയോപ്ലാസ്റ്റ് ആണ് അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയുന്നത്, നമ്മുടെ അടുത്ത് ബ്ലോക്ക് ഉണ്ട്, ആൻജിയോപ്ലാസ്റ്റ്. അങ്ങനെ ഞങ്ങൾ അതിന് ഓരോ പ്രാവശ്യം ICUയിൽ കയറുമ്പോഴും ഞാൻ ഉപ്പും തൈലം ഉപയോഗിക്കുകയും കാശ് രൂപം വച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് തന്നെ അതൊക്കെ കഴിയുകയും ചെയ്തു. ഞാൻ അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അതിന് ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞു, ആൻജിയോപ്ലാസ്റ്റ് കഴിഞ്ഞിട്ടും പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവരും ICUയിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവർ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തൈലം, അവർ ICUയിൽ എന്നോടൊപ്പം കയറുമ്പോൾ ഞാൻ ഈ തൈലവും അവരുടെ കയ്യിൽ കൊടുത്തിട്ട് വച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ആ കുട്ടി സംസാരിച്ചു, കാരണം അതുവരെ സംസാരിക്കുകയോ കണ്ണു തുറക്കുകയോ ചെയ്യാതിരുന്ന കുട്ടി സംസാരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അതിനുശേഷം പത്രം കൊടുക്കുകയും പ്രാർത്ഥനകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. പറ്റുമെങ്കിൽ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ കൃപാസനത്തിൽ ചെല്ലാൻ ഞാൻ പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജോലിയുടെ കാര്യം സംസാരിച്ചു. ഒക്ടോബറിൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നെല്ലാം വരുന്നു. നവംബറിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി പറയുന്നു, നമ്മുടെ സ്ഥാപനത്തിൽ അവരായിട്ടൊന്ന് സംസാരിക്കുക, കാരണം നമ്മൾ റിലേറ്റീവ്സ് തന്നെയാണ് അവർ. അപ്പോൾ ഒന്ന് സംസാരിച്ച് നോക്ക്, ചിലപ്പോൾ അതുവരെ നമുക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നില്ല തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ ഇദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് അവർ പറഞ്ഞതിൻ്റെ ഇതിൽ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെല്ലുകയും അവിടെ ചെന്ന് അവർ അതിക്ക് മുമ്പ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെന്ന്, ജോലി ഇതൊന്നിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും നമുക്ക് നോക്കാം, തിരിച്ച് ഓഫീസിലേക്ക് വരുന്ന കാര്യം നോക്കാമെന്ന് പറഞ്ഞ് ഒരാഴ്ചയ്ക്ക് ശേഷം ഞങ്ങളെ കുടുംബമായിട്ട് അവരുടെ വീട്ടിലേക്ക് വിളിക്കുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കുകയും ഇപ്പോൾ അദ്ദേഹം ആ സ്ഥാപനത്തിൽ തന്നെ, ഇവിടെ നിന്നാണോ അദ്ദേഹം ഇറങ്ങിയത്, ആ സ്ഥാപനത്തിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്യുകയാണ്. അതിനുശേഷം വളരെ ഞാൻ പറഞ്ഞു, വളരെ അത്രയും സങ്കടത്തോടുകൂടി വന്ന ഞാനിന്ന് കുടുംബമായിട്ടാണ് ഈ ആൾത്താരുടെ മുൻപിൽ നിന്ന്, മാതാവിൻ്റെ മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയുന്നത്. അതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ സാക്ഷ്യം. പിന്നെ എൻ്റെ മകൾ ഗോപിക ഇപ്പോൾ തൃശ്ശൂർ LLB ലോ കോളേജിൽ LLBക്ക് പഠിക്കുന്നു. അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങളുടെയും. കാരണം നമുക്കൊരു പ്രൈവറ്റായിട്ട് പഠിപ്പിക്കുന്നത് വളരെ കോസ്റ്റ്ലിയാണ്, LLBക്കൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കൊണ്ട് സാധ്യമല്ല. പക്ഷെ അവളുടെ ഒരു ഡ്രീമാണ്. അതുകൊണ്ട് തന്നെ അവളും ഉടമ്പടി എടുത്തിരുന്നു. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ എനിക്ക് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട ഇനി അങ്ങോട്ട്, കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ട് പൈസ കൊടുത്ത് എനിക്ക് പഠിക്കേണ്ട. അപ്പോൾ അവൾക്കതൊരു വിഷമം ഉണ്ടെന്ന് ഞാൻ അടുത്ത് സാരല്ല, എൻട്രൻസ് എഴുതുക. അപ്പോൾ ഒരു കോച്ചിങ്ങിന് പോലും വിടാൻ നമ്മുടെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് ഫ്രീ കോച്ചിങ് ഉണ്ടായിരുന്നു എറണാകുളം ലോ കോളേജിൽ. അതിനാണ് അവളൊരു
3 monthsോളം അവൾ കോച്ചിങ്ങിന് പോകുന്നതും അവൾക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1000 സംതിങ് ആണ് അവളുടെ റാങ്ക്. ആ റാങ്ക് വെച്ച് കഴിഞ്ഞ വർഷത്തെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മാക്സിമം 850 റാങ്ക് വരെയാണ് ഗവൺമെൻറ് ലോ കോളേജുകളിൽ. കേരളത്തിൽ ആകെ 4 ഗവൺമെൻറ് ലോ കോളേജ് മാത്രമേ ഉള്ളൂ. അവളുടെ റാങ്ക് വെച്ച് ഒരു കാരണവശാലും ലോ കോളേജിൽ കിട്ടില്ല. പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ അടുത്തൊരു എയ്ഡഡ് കോളേജാണ്, എന്നാലും ഗവൺമെൻറ് ഫീസ് നമ്മൾ കൊടുക്കണം. അതും ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്തോ. നമ്മളെക്കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ നമ്മൾ വിചാരിച്ചു. പക്ഷേ അവളുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെയും പഠിക്കാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലി, എൻ്റെ ജോലി, ഞാനൊരു അധ്യാപികയാണ്, അപ്പോൾ നമുക്കത് സാധിക്കും എന്ന രീതിയിൽ അവളത് ഹോപ്പ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ അവൾ പറഞ്ഞത് എനിക്ക് പഠിക്കേണ്ട, ഗവൺമെൻറ്റിലല്ലാതെ എനിക്ക് പഠിക്കേണ്ട, അപ്പോൾ അതിന് എക്സാമിന് പോണ സമയത്ത് തന്നെ അവൾ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചിട്ടാണ് അവൾ എക്സാമിന് പോയത്. അപ്പോൾ 1200 റാങ്ക് വന്നപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു നീ മാതാവിൽ ഉടമ്പടി വെച്ചിട്ടുണ്ടല്ലോ, സാരല്ല, മാതാവ് അത് നോക്കും, മാതാവിനൊരു നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാവും, അതായിരിക്കും മാതാവ് നടത്തുക എന്നുള്ളത്. അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, മൊബൈലിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു എന്ന് പറഞ്ഞപ്പോൾ നേരെ പ്രെയർ റൂമിലേക്കാണ് ചെന്നത്. പ്രെയർ റൂം എന്നല്ല, ഞങ്ങളൊരു റൂമിലാണ് പ്രെയറിന് സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടേക്ക് ചെന്ന് മൊബൈൽ ഓൺ ചെയ്യുമ്പോൾ ട്രയലിൽ വന്നിരിക്കുന്നത് ഗവൺമെൻറ് ലോ കോളേജ് തൃശ്ശൂരാണ്. സത്യം പറഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല 1200 റാങ്കിൽ അവിടെ കിട്ടും. കാരണം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹോപ്പുമില്ല. അത് മാതാവ് കൊടുത്ത സമ്മാനമാണ്. അത് ഞാൻ എപ്പോഴും പേടിയായിരുന്നു. ഫസ്റ്റ് ട്രയലാണല്ലോ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും അവൾക്ക് തൃശ്ശൂർ ലോ കോളേജിൽ തന്നെയാണ് കിട്ടിയത്. അവൾ തൃശ്ശൂരാണ് ഇപ്പോൾ പഠിക്കുന്നത്, ഹോസ്റ്റലിൽ നിന്നാണ് ഇപ്പോൾ പഠിക്കാൻ. പോക്ക് വരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവൾ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ സാക്ഷ്യം പറയാനും മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി പുതുക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം കൊണ്ട് ഇതെല്ലാം സാധിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായിട്ടും വ്യക്തിപരമായിട്ടും ഒരുപാട് മാറ്റങ്ങൾ. ഞങ്ങൾ പറഞ്ഞു ഒരുപാട് ദേഷ്യം, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. കുറേയൊക്കെ ഹസ്ബൻഡ് റോങ് ആയിട്ട് വരുന്നതിന് എൻ്റെ ഒരു സ്വഭാവം കൂടിയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അതൊക്കെ കുറേയൊക്കെ കുറഞ്ഞു, പൂർണ്ണമായിട്ടല്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു 100% എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ 70% എന്നിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും എനിക്ക് എന്തെങ്കിലും, കാരണം നമ്മൾ പറയുന്ന പോലെ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിൽക്കുന്നവരുടെ എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് കണ്ടാൽ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവരോട് വളരെ ഹാഷായിട്ടാണ് സംസാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചൊക്കെ സോഫ്റ്റായിട്ട് അവരോട് മറ്റത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ല, ഞാൻ ചിന്തിക്കുന്ന പോലെ എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം അറിവില്ലാത്തത് കൊണ്ടാവാം. അത് പറഞ്ഞ് മനസ്സിലാക്കുകയും മറ്റുള്ളവർ പറയുന്നത് കുറച്ചുകൂടി കേൾക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റത് അങ്ങനെയായിരുന്നില്ല, ഞാൻ കുറച്ച് ഡോമിനൻസ് പവറായിരുന്നു, എനിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്താഗതിയുള്ള കൂട്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേയെല്ലാം താഴാൻ പൂർണ്ണമായിട്ട്, ഞാൻ ഒന്നുകൂടി പറയുന്നു, മാതാവിൻ്റെ മുമ്പിൽ ഇനിയും എളിമപ്പെടാനുണ്ട് ഒത്തിരി. എനിക്ക് അത് എളിമപ്പെടും. കാരണം ഇനി ഉടമ്പടിയിലായിരിക്കും, ഞാൻ എൻ്റെ ജീവിതാവസാനം വരെ ഉടമ്പടിയിലായിരിക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് മാതാവിന് വാക്ക് കൊടുത്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ കാരണം എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ അനുഭവങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം അറിയാം. അതുകൊണ്ട് അതിൽ എനിക്ക് കിട്ടിയ ഓരോ അനുഭവങ്ങളും ഞാൻ അവരോട് പറയുകയും അതുവഴി എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഈ സാക്ഷ്യങ്ങൾ കേൾക്കുന്നതിനും അല്ലെങ്കിൽ ഈ പ്രാർത്ഥനയിലാവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ കൃപാസനത്തിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ പത്രവും ഉപ്പൊക്കെ എന്നോട് ചോദിക്കുന്ന സുഹൃത്തുക്കളാണ് എനിക്ക് ചുറ്റുമുള്ളത്. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവർത്തികൾ ഒത്തിരി എനിക്ക് ചെയ്തിട്ടില്ല, കാരണം അത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കൂടിയാണ് ഞാൻ കടന്നു വന്നത്. പക്ഷേ എന്നാലാവുന്ന വിധത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ഉപരി എൻ്റെ മുന്നിൽ വരുന്നവരോട് ഒരു നല്ല വാക്ക് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ. ദൈവം മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് മാധവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ബൈബിൾ വായന, എനിക്കിപ്പോൾ ബൈബിൾ എനിക്കൊരു ദിവസം സമയം കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി ലൂസ് ടോക്കിനായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത്. കാരണം ചുമ്മാ ഗോസിപ്പും അതുപോലെ സംസാരിക്കാനാണ് ഞാൻ സമയം ചിലവഴിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബൈബിൾ വായിക്കാൻ ഞാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ആ ബസ്സിലാണെങ്കിലും ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉടനെ മൊബൈൽ ഓൺ ചെയ്ത് ബൈബിൾ വായിക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജപമാല, അത് കയ്യിൽ ജപമാല ഇല്ലെങ്കിൽ പോലും ജപമാല ചൊല്ലുകയും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിലേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ജപമാല എടുത്തിടുകയും ഒരു ഫ്രീ ടൈം കിട്ടിയാൽ അതിൽ ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ അതിൽ പിടിച്ചുകൊണ്ട് കയറാനും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫ്രീ പീരീഡ് കിട്ടുമ്പോൾ ആ ജപമാല ചൊല്ലാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ ദൈവത്തെ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ. ബാക്കിയെല്ലാം ദൈവം എനിക്ക് ബോണസായിട്ട് തന്നതാണ്. ദൈവത്തെ കൂടുതൽ അറിയാനും ആഴങ്ങളിലേക്ക് മനസ്സിലാക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റെ കുടുംബത്തെ എനിക്ക് ഇതുപോലെ മാതാവിൻ്റെ മുമ്പിൽ ചേർത്ത് നിർത്താൻ സാധിച്ചത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എന്നും ഈ ഉടമ്പടിയിൽ തുടർന്നു കൊണ്ട് പോകാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ എന്ന് മാതാവ്. ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് 2023
പക്ഷേങ്കിൽ ഞാൻ ആ സമയത്ത് OET പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. OET പഠിച്ചു, പക്ഷേ ഡേറ്റ് എടുത്തു, ആ എക്സാം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. അത് കഴിഞ്ഞ് UK പോകാനുള്ള എല്ലാം ശരിയായി, അതിന് തടസ്സം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ദൈവം എന്നുള്ളൊരു വിശ്വാസമേ ഇല്ലാണ്ടായി. പിന്നെ ഞാൻ പ്രാർത്ഥിക്കാറില്ല, ഉടമ്പടി ഉഴപ്പി. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, കൃപാസനത്തിൽ വന്നിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ആ സമയത്താണ് ഇതുപോലെ ജർമ്മനിയിലോട്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ അങ്ങനെ ജർമ്മൻ പഠിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ആദ്യം ഞാൻ ഓൺലൈനായിട്ടാണ് പഠിച്ചത്. അതിലൊന്നും എനിക്കൊരു മെച്ചമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. A1 പഠിച്ചു, A2 വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു, B1 വേറൊരിടത്ത് പഠിച്ചു, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിൽ തോന്നുകയാണ് കൃപാസനത്തിൽ വരണം, ഒന്നുകൂടെ ഒന്ന് ഉടമ്പടി എടുക്കണം, ഒന്ന് നോക്കണം എന്നൊക്കെ. അപ്പോഴും എവിടെയൊക്കെയോ മാതാവ് ഇങ്ങനെ മനസ്സിലുള്ളതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. പക്ഷേ പ്രാർത്ഥിക്കുകയോ അങ്ങനെയൊന്നുമില്ല, ആരോടും അങ്ങനെ പറയുകയോ ഒന്നുമില്ല. പക്ഷെങ്കിൽ എവിടെയൊക്കെയോ ഇങ്ങനെ മാതാവിനോടുള്ളൊരു ഇഷ്ടം എനിക്ക് എപ്പോഴും തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ B1 പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂട്ടുകാരി ഞാൻ അനിതയെ കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. നേരത്തെ 2023 ഞാൻ പത്രം എല്ലാവർക്കും ഒരു 3-4 പത്രമൊക്കെ എൻ്റെ ഈ ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ആർക്കും കൊടുത്തൊന്നുമില്ല, കാരണം ഇനി എന്തിനാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഓർത്ത് എക്സാമിൻ്റെ ഡേറ്റ് എടുത്തു. എക്സാമിൻ്റെ ഡേറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം അങ്ങനെ ജൂലൈ 18 ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ജൂലൈ 30 ആയിരുന്നു ഞങ്ങളുടെ എക്സാം. അപ്പം എക്സാമിന് പോയി. എക്സാമിന് തലേന്ന് തൊട്ട് എനിക്ക് നല്ല പനിയായി. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, എക്സാം അറ്റൻഡ് ചെയ്യണം, എന്ത് ചെയ്യുമെന്ന് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ഞാനപ്പോൾ പിന്നെ ഇവിടെ നിന്ന് കിട്ടിയ വെഞ്ചരിച്ച ഉപ്പും തേനും ഒക്കെ കഴിച്ചിട്ടാണ് അന്ന് എക്സാമിന് പോയത്. അതുപോലെ എക്സാം സെൻറ്ററിൻ്റെ കയറാൻ നേരത്ത് ഞാൻ ഉപ്പ് പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കലിട്ടിട്ടാണ് ഞാൻ കയറിയത്. അതുപോലെ തന്നെ ആ എണ്ണ എൻ്റെ പാസ്പോർട്ടിൻ്റെ മേലെ ഞാൻ കുരിശ് വരച്ചു പ്രാർത്ഥിച്ച്. അതുപോലെ ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ എനിക്ക് ആകെ 2 ആഗ്രഹങ്ങളേ ഉള്ളായിരുന്നു. ഒന്ന്, അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കാൻ കഴിയണം. 2, എനിക്ക് മാതാവിനെ എനിക്ക് എടുക്കാൻ കിട്ടണം. ഈ 2 ആഗ്രഹങ്ങളായിരുന്നു. അപ്പോൾ ഇത് രണ്ടും എനിക്ക് ആ ഒരു ദിവസം തന്നെ സാധിച്ചു. അതെനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പം പക്ഷെങ്കിൽ അന്ന് വേറൊരു കാര്യം എൻ്റെ ലൈഫിൽ സംഭവിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതുപോലെ മെഴുകുതിരി വാങ്ങിക്കാൻ നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ലപോലെ ദേഷ്യം വരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ദേഷ്യം ഇങ്ങനെ അടക്കാൻ പറ്റത്തേയില്ല, ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ മെഴുകുതിരി വാങ്ങിക്കാൻ നിന്നപ്പം ആ ചേച്ചി ഇതുപോലെ പറഞ്ഞു, മാസത്തിൽ 2 തിരിയെ തരാൻ പറ്റുള്ളൂ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, ഇനി ഞാൻ എൻ്റെ റിസൾട്ട് അറിഞ്ഞിട്ട് ഞാൻ സാക്ഷ്യം പറയാനേ ഞാൻ ഇങ്ങോട്ട് വരത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് 1 തിരിയും കൂടെ തരണം, എനിക്ക് എപ്പോഴും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പം പിന്നെ ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞത് തെറ്റാണ് എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ ബസ്സിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പം ആ ബസ് പെട്ടെന്ന് അങ്ങ് ഷെയ്ക്കായി. അപ്പം ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയാണേ ഒരു പച്ചത്തിരി 2ആയിട്ടിങ്ങനെ ഒടിഞ്ഞതുപോലെ ഇരിക്കുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. അപ്പോൾ തന്നെ ഞാൻ അതിനൊത്തിരി സോറി ചോദിക്കുന്നു. പിന്നെ ഞാൻ എക്സാമിന് പോയ സമയത്ത് ഞാൻ കാശ് രൂപ എൻ്റെ കഴുത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓരോ എക്സാമിനും ഓരോ മൊഡ്യൂളും ഞാനിങ്ങനെ കാശ് രൂപം തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോ ടൈൽ ഓപ്പൺ ആക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്കിങ്ങനെ ടൈൽ ബേസാണ്, 1, 2, 3 അങ്ങനെയാണ്. അപ്പം ഓരോ ടൈലും ഓപ്പൺ ചെയ്തപ്പം ഞാൻ മാതാവിനെ ഇങ്ങനെ കാശ് രൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അറിയാവുന്നതുപോലെ എനിക്ക് എല്ലാം അറിയാൻ പറ്റണേ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ തവണയും അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, 3 മൊഡ്യൂൾ കഴിഞ്ഞു, പിന്നെ സ്പീക്കിംഗ് ആണ്. അപ്പം എൻ്റെ പനിയൊക്കെ ഞാൻ മറന്നേ പോയി, കാരണം നമുക്കതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല. അപ്പോഴത്തേക്കിനും സ്പീക്കിങ്ങിന് വിളിച്ചു. ആദ്യം തന്നെ എൻ്റെ പേരാണ് വിളിച്ചത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷൻ നല്ലപോലെ ഉണ്ടായിരുന്നു. ആദ്യം തന്നെ എന്നെ വിളിച്ചതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ തെറ്റി. ടൈൽ ഫസ്റ്റ് തന്നെ എൻ്റെ ആ കോൺഫിഡൻസേ അങ്ങോട്ട് പോയി. പക്ഷേ ടൈൽ 2ും ടൈൽ 3ും എനിക്ക് ഒരുവിധം ഒക്കെ അത്യാവശ്യം നന്നായിട്ട് സംസാരിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ വീട്ടിൽ വന്നു.
വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും ഈ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഞാൻ എപ്പോഴും കരയുമായിരുന്നു, ഇതെങ്ങനെയാണ് എൻ്റെ മാതാവേ ഞാൻ പഠിച്ചെടുക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഈ സ്പീക്കിംഗ് ഒക്കെ ഞാൻ ഭയങ്കര പുറകിലോട്ടായിരുന്നു. പെട്ടെന്നാണ് 1 മാസം കൊണ്ട് ഞാൻ നല്ലപോലെ ഇമ്പ്രൂവ് ആയി. അത് എൻ്റെ പഠിത്തം മാത്രമല്ല, ഞാൻ നല്ലപോലെ ആ 1 മാസം പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. പ്രാർത്ഥിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാതാവിനോട് പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനല്ലാതെ അങ്ങനെ എനിക്ക് ഒരുപാട് ബൈബിൾ വായിച്ചോ അങ്ങനെയൊന്നുമല്ല, അല്ലാതെ ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെയൊന്നും ഒരുപാട് പ്രാർത്ഥന അറിയില്ല. പക്ഷേ എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം. എനിക്ക് ഒരു കാര്യം മാത്രം എനിക്ക് ഉറപ്പാണ്, ഞാൻ മാതാവിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷേ എനിക്കങ്ങനെ ഒരുപാട് പ്രാർത്ഥിക്കാനൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ ഈ പ്രാർത്ഥന കേൾക്കണം, ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, എനിക്കിതിലെങ്കിലും ഒരു രക്ഷ ഉണ്ടാവണം എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അന്ന് ഉടമ്പടി എടുത്തപ്പം ജൂലൈ 18-ാം തീയതി ഉടമ്പടി എടുത്തപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, എൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്കൊരാപത്തും ദൈവം വരുത്തിയില്ലെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയും എന്ന്. അപ്പം ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് ആദ്യം തന്നെ ഫുൾ മൊഡ്യൂളും പാസ്സാവാൻ കഴിഞ്ഞു. അതിലെനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒന്നും കിട്ടില്ല ഒറ്റയടിക്ക്, ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് പോകും. അപ്പം എൻ്റെ ഫ്രണ്ട്സിനും ഒരുപാട് പേർക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടുകാർ തന്നെ എന്നോട് പറയുമായിരുന്നു, ഇത് അറിയുന്നതിന് മുമ്പ് തന്നെ, റിസൾട്ട് അറിയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ ഏതെങ്കിലും പോയാൽ തന്നെ അടുത്തൊരു വട്ടം എഴുതിയെടുക്കാമല്ലോ, നീ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ പറയുമായിരുന്നു, ഇല്ല 100% ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉടമ്പടിയിലാണ്, 100% ഞാൻ വിശ്വസിക്കുന്നു, എനിക്കിത് കിട്ടും, കിട്ടാതിരിക്കില്ല എന്ന്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒരു ടെൻഷനാണ്, എങ്ങാനും കിട്ടിയില്ലെങ്കിലോ എന്നൊരു പേടി. അപ്പോഴും പക്ഷേ എനിക്കൊരു ധൈര്യമായിരുന്നു, ഇല്ല ഇതെനിക്കുള്ളതാണ്, എനിക്ക് കിട്ടും. അത് എൻ്റെ കഴിവ് കൊണ്ടല്ല, കാരണം എന്നെക്കാളും കഴിവുള്ള ഒത്തിരി പിള്ളേരവിടെ ഉണ്ടായിരുന്നു, അതെനിക്കറിയാം നല്ലതുപോലെ. അപ്പോൾ അത് എൻ്റെ കഴിവുകൊണ്ടല്ല എനിക്ക് കിട്ടിയത്, അതെൻ്റെ മാതാവ് എനിക്കൊരു ദാനമായിട്ട് തന്നതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. അതുപോലെ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും എനിക്ക് എൻ്റെ മാതാവ് തന്നെ നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. പക്ഷേ പത്രം കൊടുക്കുമ്പോഴൊക്കെ എനിക്ക് ആദ്യം ഒരു ചമ്മലായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ വിതരണം ചെയ്യുമ്പം എനിക്കൊരു ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അത് പലപ്പോഴും തോന്നിയിട്ടെന്ന് പറയുമ്പം ഇങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ സങ്കടം തോന്നുന്നത്. ഇല്ല എനിക്ക് അങ്ങനെ താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ തവണ ഞാൻ എല്ലാ പത്രവും കൊടുത്തു. പിന്നെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ അങ്ങനെ അധികം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യും. അത് ഏത് വിധത്തിലാണെങ്കിലും. അതിപ്പോൾ എനിക്ക് അധികം ഒത്തിരി കൊടുത്ത് സഹായിക്കാനൊന്നും എനിക്കില്ല. അപ്പം എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും എന്നെ കൊണ്ട് ഒരാളെ എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളും മാതാവ് തന്നെ എല്ലാം നടത്തി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് സന്തോഷം ഒരിക്കൽ കൂടെ ഇവിടെ വന്നിങ്ങനെ സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ മാതാവിനും തിരുകുമാരനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും.